Good morning. Today's topic is quantization of spin waves. A ferromagnetic material possesses a net spontaneous magnetization when it is in the lower energy state, because at ground state all spins are aligned in the same direction, but when the temperature increases, excitation takes place which causes a precession or deformation of the spin direction. This spin reversal causes a decrease in the total magnetization of the material. The precession of the spin is of the form of spin waves, and the reversal of one spin produces one spin wave. Each spin wave can be defined as a quantum of spin wave called magnons. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മാഗ്നോൺസിനെ പറ്റി ഡിസ്കസ് ചെയ്തതാണ്. ഒരു ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ അതിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഹൈ നെറ്റ് മാഗ്നറ്റൈസേഷൻ ഉള്ള ഒരു മെറ്റീരിയലാണ്. ദെൻ അതിൽ എക്സൈറ്റേഷൻസ് ഉണ്ടായി കഴിയുമ്പോൾ അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിയുമ്പം സിസ്റ്റത്തിൻ്റെ ഇൻറ്റേർണൽ എനർജി ഇൻക്രീസ് ചെയ്യും. ദെൻ ആ സെയിം ഡയറക്ഷനിൽ അലൈൻ ചെയ്തിരിക്കുന്ന സ്പിൻസിൻ്റെ ഓറിയൻറ്റേഷൻസ് ചേഞ്ച് ആവും. അപ്പോൾ ഒരു സ്പിൻ അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ മാഗ്നറ്റൈസേഷന് ഒരു ഡിക്രീസ് അവിടെ ഉണ്ടാകുന്നുണ്ട്. ഇനി ഈ സ്പിൻ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്കവിടെ കാണാൻ സാധിക്കും, നമ്മൾ വേവ്സിൻ്റെ ഫോം വരച്ച് കാണിച്ചിരുന്നു കഴിഞ്ഞൊരു ക്ലാസ്സിൽ. ആ സ്പിൻ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നതിന് നമുക്ക് ഒരു സ്പിൻ വേവിൻ്റെ ഫോമിൽ ഒരു വേവ് ലൈക്ക് ഫോർമാറ്റിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഒരു സ്പിന്നാണ് റിവേഴ്സ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സ്പിൻ വേവ് ആണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു സ്പിൻ വേവിന് നമുക്ക് വൺ ക്വാണ്ടം ഓഫ് സ്പിൻ വേവ് അല്ലെങ്കിൽ വൺ മാഗ്നോൺ എന്ന് വിശേഷിപ്പിക്കാം. ഇനി ഒന്നിലധികം സ്പിൻസ് റിവേഴ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ ഒന്നിലധികം മാഗ്നോൺസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ഈ എക്സൈറ്റേഷൻസ് മൂലം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന സ്പിൻ വേവ്സ് അല്ലെങ്കിൽ മാഗ്നോൺസ് ആണ് ഈ മെറ്റീരിയലിൻ്റെ നെറ്റ് മാഗ്നറ്റൈസേഷന് ഒരു ഡിക്രീസ് കൊടുക്കുന്നത്. അപ്പം അതാണ് മാഗ്നോൺസിൻ്റെ എഫക്റ്റ് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലിൽ. ഇനി നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ക്വാണ്ടൈസേഷൻ ഓഫ് സ്പിൻ വേവ്സ് എന്നുള്ള സെക്ഷനാണ്. The quantization of spin waves proceeds exactly as photons and phonons. നമ്മൾ ഫോണോൺ അതൊക്കെ ക്വാണ്ടൈസ്ഡ് ഫോമിലുള്ള എനർജീസാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ സ്പിൻ വേവിൻ്റെ ക്വാണ്ടൈസ്ഡ് ഫോമായ മാഗ്നോൺസിനെ ട്രീറ്റ് ചെയ്യുന്നത്. ദെൻ നമുക്ക് NK നമ്പർ ഓഫ് മാഗ്നോൺസ് പ്രസൻ്റ് ആണെന്ന് വിചാരിക്കുക സിസ്റ്റത്തിൽ. അപ്പം NK നമ്പർ ഓഫ് മാഗ്നോൺസിനെ പ്രൊഡ്യൂസ് ചെയ്തത് അത്രയും നമ്പർ ഓഫ് സ്പിൻ വേവ്സ് ആയിരിക്കും. അതായത് എത്ര സ്പിൻസ് റിവേഴ്സ് ആയിട്ടുണ്ടോ അത്രയും സ്പിന്നിന് കറസ്പോണ്ടിങ് ആയിട്ട് സ്പിൻ വേവ് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത്രയും സ്പിൻ വേവിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് അത്രയും മാഗ്നോൺസും അവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് NK നമ്പർ ഓഫ് മാഗ്നോൺസ് ആണ് ഉള്ളതെന്ന് വിചാരിക്കുക. ആ NK നമ്പർ ഓഫ് മാഗ്നോൺസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടാൻ കാരണമായ സ്പിൻ വേവിൻ്റെ ഫ്രീക്വൻസി ωk ആണെങ്കിൽ ഈ NK നമ്പർ ഓഫ് മാഗ്നോൺസ് മൂലം അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന എനർജി എന്ന് പറയുന്നത് EK ആയിട്ട് നമുക്ക് കണക്കാക്കാം. വിച്ച് ഇസ് ഈക്വൽ ടു NK പ്ലസ് 1/2 ഇൻറ്റു h⁻ωk. അപ്പം ആ സിസ്റ്റത്തിൽ NK നമ്പർ ഓഫ് മാഗ്നോൺസ് ഉണ്ടാക്കുന്ന എനർജി എന്ന് പറയുന്നത് എത്രയാണ്? EK എമൗണ്ട് ഓഫ് എനർജിയാണ്. അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന സ്പിൻ വേവ്സിൻ്റെ മോഡ് ഓഫ് ഫ്രീക്വൻസിയാണ് ωk എന്ന് പറയുന്നത്. ഇനി ദ എക്സൈറ്റേഷൻ ഓഫ് എ മാഗ്നോൺ കറസ്പോണ്ട്സ് ടു ദ റിവേഴ്സൽ ഓഫ് വൺ സ്പിൻ ഹാഫ്. ഒരു മാഗ്നോൺ ആണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതെങ്കിൽ അവിടെ ഒരു സ്പിൻ റിവേഴ്സലാണ് നടന്നിട്ടുള്ളത്. രണ്ട് മാഗ്നോൺസ് ആണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടതെങ്കിൽ അവിടെ രണ്ട് സ്പിൻ റിവേഴ്സലാണ് നടന്നിട്ടുള്ളത്. അപ്പം 1, 2, 3 എന്നുള്ള രീതിയിൽ ഓരോ ക്വാണ്ടം ഓഫ് എനർജീസ് ആയിട്ടാണ് നമ്മൾ മാഗ്നോൺസിനെ ഇവിടെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പം 5 സ്പിൻസ് ആണ് അവിടെ
ഡയറക്ഷൻ ചേഞ്ച് ചെയ്തതെങ്കിൽ അവിടെ നമുക്ക് 5 ക്വാണ്ട ഓഫ് മാഗ്നോൺസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു എന്ന് പറയാം. അതായത് ടോട്ടൽ മാഗ്നറ്റൈസേഷനിൽ ആ 5 മൈനസ് ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ ക്വാണ്ടൈസ്ഡ് ഫോം ഓഫ് സ്പിൻ വേവ്സ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവർ നെക്സ്റ്റ് ടോപ്പിക് ഈസ് തെർമൽ എക്സൈറ്റേഷൻസ് ഓഫ് മാഗ്നോൺസ്. In thermal equilibrium, the average value of the number of magnons excited in the mode K is given by the Planck distribution function. നമ്മൾ പ്ലാങ്ക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ടാണ് ഒരു ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലിലെ തെർമൽ എക്സൈറ്റേഷൻസ് ഡിഫൈൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് the average value of n of k or nk is equal to 1 by exponential h got omega k by kbt minus 1. This is the Planck's distribution function. Average number of particles, excite ചെയ്യുന്ന പാർട്ടിക്കിൾസിനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷനാണ് ഇത്. Planck's distribution ഫംഗ്ഷനാണ് കാണിച്ചിരിക്കുന്നത്. This is equation number 1. Then the total number of magnons excited at a temperature T is given by നമ്മുടെ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ പഠിക്കുന്നതാണ്. അതായത് നമ്പർ ഓഫ് മോഡ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ എ പർട്ടിക്കുലർ വോളിയം അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡയമെൻഷനിലുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾ 1 ഡയമെൻഷനിലോ 2 ഡയമെൻഷനിലോ അല്ലെങ്കിൽ 3 ഡയമെൻഷനിലോ ഉള്ള ഒരു പർട്ടിക്കുലർ വോളിയത്തിലോ ഏരിയയിലോ ഉള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെ ഡിഫൈൻ ചെയ്യുന്ന ടേമാണ് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. സോ ഹിയർ ദ നമ്പർ ഓഫ് മാഗ്നോൺസ് എക്സൈറ്റഡ് ഈസ് ഗിവൺ ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോഡ്സ് കെ ആണ്. സോ സമ്മേഷൻ കെ എൻ കെ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഡി ഓഫ് ഒമേഗ ഇൻറ്റു ആവറേജ് വാല്യൂ ഓഫ് എൻ ഓഫ് ഒമേഗ, വിച്ച് ഈസ് ഇക്വേഷൻ നമ്പർ 2. And it is same as that of the density of states where d of omega is a number of magnon modes per unit frequency range. ഇവിടെ മാഗ്നോൺസ് ആണ് നമ്മുടെ പാർട്ടിക്കിൾസ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. സോ ഡി ഓഫ് ഒമേഗ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മാഗ്നോൺ മോഡ്സ് പെർ യൂണിറ്റ് ഫ്രീക്വൻസി റേഞ്ച്, അല്ലെങ്കിൽ ഡി ഒമേഗ ഫ്രീക്വൻസി റേഞ്ചിലുള്ള നമ്പർ ഓഫ് മാഗ്നോൺസിനെയാണ് നമ്മൾ ഡി ഓഫ് ഒമേഗ എന്ന് പറയുന്നത്. In 3 dimensions, the number of modes of wave vector per unit volume less than k is given by, ഇനി നമ്മളിവിടെ 3 ഡയമെൻഷണൽ കേസാണ് ഡിസ്കസ് ചെയ്യുന്നതെങ്കിൽ ഡി ഓഫ് കെ ഇസ് ഈക്വൽ ടു 1 by 2 pi the whole cube 4 by 3 pi k cube. അതാണ് നമ്മുടെ ഡി ഓഫ് കെ. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 3. Then the number of magnons d of omega within frequency d omega at omega is given by, അതായത് ഡി ഓഫ് ഒമേഗയുടെ വാല്യൂ ഡി ഒമേഗ ഫ്രീക്വൻസി ഒരു ചെറിയ ഫ്രീക്വൻസി റേഞ്ചിൽ ഡി ഒമേഗ ഫ്രീക്വൻസി റേഞ്ചിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുവാണ്. ഡി ഓഫ് ഒമേഗ ഇസ് ഈക്വൽ ടു ഡി ഓഫ് കെ എഴുതിയ പോലെ തന്നെ 1 by 2 pi the whole cube into 4 by 3 pi 3k square dk by d omega into d omega. d of omega ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഡെറിവേറ്റീവ് എടുത്തു കഴിയുമ്പോൾ dk by d omega into d omega, which is equation number 4. ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. d of omega is equal to k square by 2 pi the whole square dk by d omega into d omega. That is equation number 5. In long wavelength limit, നമ്മൾ ഹൈ വേവ് ലെങ്ത് ലിമിറ്റ് മാഗ്നോൺസിൻ്റെ ഡിസ്പെർഷൻ റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നതാണ്. We can use a long wavelength limit here because at low temperature only magnons which have low frequency and therefore small wave vector are thermally excited. So we choose long wavelength or low frequency range.
ലോ ഫ്രീക്വൻസി റേഞ്ചിൽ ഡിസ്പെർഷൻ റിലേഷൻ h ഘട്ട് ഒമേഗ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 2JSA² k². നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിറൈവ് ചെയ്ത എക്സ്പ്രഷനാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്പെർഷൻ റിലേഷൻ നോർമൽ കേസിലും അതുപോലെ തന്നെ ലോ ഫ്രീക്വൻസി റേഞ്ചിലുള്ള ഡിസ്പെർഷൻ റിലേഷനും ഡിറൈവ് ചെയ്തതാണ് ഓൾറെഡി. സോ ഫ്രം ദിസ് ഇക്വേഷൻ dω/dk is equal to 4JSA² divided by h ഘട്ട്. That is equation number 6. Then substituting the value of k in equation 6, ഈ ഇക്വേഷനിൽ നിന്ന് കെയുടെ വാല്യൂ നമ്മൾ ഇക്വേഷൻ നമ്പർ 6 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. Then dω/dk becomes 2 into 2JSA² by h ഘട്ട് the whole raised to 1/2 into omega raised to 1/2. k² ആണ് ഇവിടെ നിന്ന് ഇടുന്ന k കണ്ടുപിടിക്കുമ്പോൾ all raised to 1/2 എന്ന് പറഞ്ഞ ടേം വരും. Thus the density of modes for magnons is, നമുക്കിവിടുന്ന് k കണ്ടുപിടിച്ചു, dω/dk കണ്ടുപിടിച്ചു. ഇനി നമ്മുടെ ഡെൻസിറ്റി ഓഫ് മോഡ്സിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? dω ഈക്വൽ ടു k²/2π the whole square into dk/dω into dω എന്നായിരുന്നു. അല്ല dω നമ്മളിവിടെ എഴുതിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇക്വേഷൻ നമ്പർ 5 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. എന്തൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? dk/dω സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, അതുപോലെ തന്നെ കെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇവിടെ നമുക്ക് dω/dk കിട്ടിയിട്ടുണ്ട്. സോ അത് നമ്മൾ dk/dω എന്നുള്ള രീതിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. പിന്നെ k², അതിന് കെയുടെ വാല്യൂ ഇവിടെ നിന്ന് ഫസ്റ്റ് ഇക്വേഷൻ h ഘട്ട് ഒമേഗ ഈക്വൽ ടു 2JSA² k² എന്ന് പറഞ്ഞ ഇക്വേഷനിൽ നിന്ന് കെയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പം നമുക്ക് ഡെൻസിറ്റി ഓഫ് മോഡ്സ് ഓഫ് മാഗ്നോൺസ് dω is equal to 1/4π² h ഘട്ട് by 2JSA² the whole raised to 3/2 into omega raised to 1/2 എന്ന് കിട്ടും. So that the total number of magnons is of the form, നമ്മുടെ ഇക്വേഷൻ നമ്പർ 2 എന്തായിരുന്നു? ഇക്വേഷൻ നമ്പർ 2 സമ്മേഷൻ k nk, അതാണ് ടോട്ടൽ നമ്പർ ഓഫ് മാഗ്നോൺസ്. k നമ്പർ ഓഫ് മോഡ്സിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ടോട്ടൽ നമ്പർ ഓഫ് മാഗ്നോൺസ്, അതാണ് സമ്മേഷൻ k nk. ദാറ്റ്സ് ഈക്വൽ ടു dω നമ്മുടെ ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 2 എന്തായിരുന്നു? ദിസ് ഈസ് അവർ ഇക്വേഷൻ നമ്പർ 2. സമ്മേഷൻ k nk is equal to ഇൻ്റഗ്രൽ dω ഇൻറ്റു ആവറേജ് വാല്യൂ ഓഫ് n of omega. n of omega എന്ന് പറഞ്ഞാൽ 1/e exponential h ഘട്ട് ഒമേഗ k/kbt -1 ആണ്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ d of omega നമുക്ക് കിട്ടിയിട്ടുണ്ട്, അത് സെക്കൻഡ് ടേം ആയിട്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. then it becomes d of omega, that is 1/4π² into h ഘട്ട് divided by 2JSA² the whole raised to 3/2 into integral 0 to infinity, ഇവിടെ ഒരു omega raised to 1/2 ഉണ്ട്, omega raised to 1/2 into average value of n of omega, that is 1/e exponential h ഘട്ട് omega k/kbt -1. ലെറ്റ് നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. x ഈക്വൽ ടു h ഘട്ട് ഒമേഗ k ഇൻറ്റു ടി. സോ dx ഈക്വൽ ടു h ഘട്ട് kt ഇൻറ്റു dω. ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സമ്മേഷൻ k nk is equal to 1/2π the whole square ആയിരുന്നു. സോ 4π² h ഘട്ട് ഡിവൈഡഡ് ബൈ 2JSA² all raised to 3/2 ആ ടൈം അതുപോലെ തന്നെ ഇൻ്റഗ്രൽ 0 to infinity ktx by h ഘട്ട് the whole raised to 1/2 omega raised to 1/2 into dω, that is kt by h ഘട്ട് into dx divided by e raised to h ഘട്ട് omega by kt -1. so e raised to x -1 നമ്മൾ എക്സിൻ്റെ ഫോമിലേക്ക് ചേഞ്ച് ചെയ്തു.
സോ 1/4π². ഇതിൽ ഇൻ്റഗ്രൽ എക്സിലാണ് വേരിയേഷൻ വരുന്നത്, ഡി എക്സിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. സോ ബാക്കി KT/H⁻1/2 ഉണ്ട്. ഇവിടെ KT/H ഉണ്ട്. ഇവിടെയുള്ളത് H/2J/SA² ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും H/3/2 ക്യാൻസലായി പോവും. ദെൻ KT/1/2 KT, that's equal to KT divided by 2JSA²3/2. ബാക്കി ഇവിടെ റിമൈനിങ് ആയിട്ടുള്ള ടേംസ് ഇൻ്റഗ്രൽ 0 to x⁻1/2 dx ഡിവൈഡഡ് ബൈ e⁻x−1. ദെൻ ഈ ഇൻ്റഗ്രൽ ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൻ്റെ ഫോമിലാണ്. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ 0 to x⁻1/2 dx divided by e⁻x−1, which is equal to ഈ ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൻ്റെ വാല്യൂ 0.0587 ഇൻറ്റു 4π² ആണ്. അപ്പോൾ ഇത്രയും ടേമിന് പകരമായിട്ട് നമുക്ക് 0.0587 ഇൻറ്റു 4π² എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു 4π² ഡിനോമിനേറ്ററിലുണ്ട്. 4π² ക്യാൻസലായി പോകും. ബാക്കി വരുന്നത് സമ്മേഷൻ k(nk) is equal to 0.0587 ഇൻറ്റു KT/2JSA²3/2. അപ്പം ഇത്രയും നമ്പർ ഓഫ് മാഗ്നോൺസ് ആണ് ഈ സിസ്റ്റത്തിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഓരോ മാഗ്നോണും ഓരോ ക്വാണ്ടം ഓഫ് എനർജി സിസ്റ്റത്തിൽ റെഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ക്വാണ്ടം ഓഫ് മാഗ്നറ്റൈസേഷൻ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ കാണിച്ചിരിക്കുന്ന സമ്മേഷൻ k(nk) അതാണ് ഈ സിസ്റ്റത്തിലെ ടോട്ടൽ ഡിക്രീസ് ഇൻ മാഗ്നറ്റൈസേഷൻ. ആൻഡ് ദിസ് ഇക്വേഷൻ ഈസ് known as Bloch's T⁻3/2 law, and it has been confirmed experimentally. എക്സ്പെരിമെൻ്റലി കൺഫേം ചെയ്തിരിക്കുന്ന ഒരു റിസൾട്ടാണ്. അപ്പോൾ T⁻3/2 എന്ന് പറയുന്ന വേരിയേഷനാണ് നമ്പർ ഓഫ് മാഗ്നോൺസിന് കറസ്പോണ്ടിങ് ആയിട്ട്, ടോട്ടൽ നമ്പർ ഓഫ് മാഗ്നോൺസിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത്. T⁻3/2 എന്ന് പറഞ്ഞ വേരിയേഷനിലാണ് നമ്പർ ഓഫ് മാഗ്നോൺസ് വേരി ചെയ്യുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് സിസ്റ്റം എക്സൈറ്റ് ആവുന്നത്. എക്സൈറ്റ് ആയി കഴിയുമ്പം നമുക്ക് മാഗ്നോൺസ് അതിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. അത്രയും മാഗ്നോൺസ് ആ സിസ്റ്റത്തിൻ്റെ മാഗ്നറ്റൈസേഷനെ റെഡ്യൂസ് ചെയ്യുന്നു. ഇത്രയാണ് തെർമൽ എക്സൈറ്റേഷൻസ് ഓഫ് മാഗ്നോൺസ് ആൻഡ് ക്വാണ്ടൈസേഷൻ ഓഫ് സ്പിൻ വേവ്സ് എന്ന 2 ടോപ്പിക്സിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ. താങ്ക് യു.